കറുകപ്പട്ട കിട്ടിയില്ലേ നൂറു? കറുകപ്പട്ട മുതൽ ആനപ്പട്ട വരെ അതിനകത്തുണ്ട്. ഏതിനകത്ത്? അതിനകത്ത്. ഇതിനകത്തോ? അല്ല, പൂടിയാല്. സാധനം വാങ്ങിക്കാൻ പോയാ ഒതിഞ്ഞു തരുന്നതും കൊണ്ടിങ്ങി പോരും. എല്ലാം ഉണ്ടോ നോക്കണ്ടേ നൂറു? എന്ത് നോക്കാൻ, ഏത് നോക്കാൻ? എന്താ അവിടെ ജഗപോക? അന്നക്കുട്ടിയായി ജാഥ വരുന്നുണ്ട്. അവ ലക്ഷം ലക്ഷം ആൾക്കാരാണ്, കാണേണ്ടാണ് മോളെ. എന്താ അതിന്റെ ജഗപോക? കണ്ട് ഞമ്മള് കണ്ട്, ബീബീന്റെ സുൽത്താനെ ഞമ്മള് കണ്ട്. നീ പറഞ്ഞ അനുസരിക്കത്തില്ല അല്ലേ? മതിയല്ലേ ചേച്ചിക്ക്? എന്തിനെങ്ങനെ തല്ലുകൊള്ളുന്നേ? ആരോടെ ചേച്ചി ഈ വാശി കാണിക്കുന്നേ? അപ്പച്ചനോടോ അതോ മരിച്ചുപോയി നമ്മുടെ അമ്മച്ചിയോടോ? ഇത് നടക്കത്തില്ല ചേച്ചി. അപ്പച്ചനും അച്ചായനും ഇതിന് സമ്മതിക്കത്തില്ല. ഇനി വേണ്ടത് ജനങ്ങളുടെ അംഗീകാരമാണ്. അതിന് പ്രവർത്തന ശൈലിയിൽ തന്നെ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. തെരഞ്ഞെടുപ്പ് ഉടനെ ഉണ്ടാകും. ഏത് നിമിഷവും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നാം തയ്യാറായിരിക്കണം. വിജയം മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമുക്ക് നമ്മുടേതായ ഒരു വനിതാ സംഘടന വേണം. എങ്കിലേ നമ്മൾ സ്ത്രീകളുടെ പ്രവർത്തനം ശക്തമാകും. എന്റെ നെട്ടൂരാനെ ആ മുറി തന്നെ കഴിയുക. ആങ്ങളമാരും അച്ഛനും അന്നമ്മയോട് മിണ്ടാട്ടമില്ല. കണ്ടമാനം ഉപദ്രവിക്കുന്നുണ്ടെന്നാ നൂറ് പറഞ്ഞത്. വെളിയിലിറങ്ങുന്നത് പള്ളി പോകാൻ മാത്രം. അപ്പോഴും കുറ്റി അടിച്ചോലെ കൂടെ കാണും. അവറാ കുറ്റിയും കറിയാ കുറ്റിയും എന്റെ അമ്മയുടെ കുറ്റിയും. എന്തോന്നാ ഉണ്ണത്താൻ പറയുന്നത്? ഓ, നമ്മുടെ അന്നമ്മയുടെ കാര്യം പറയായിരുന്നു. വീട്ടുതടങ്കലില്ല, മടത്തി ചേർക്കാനുള്ള പരിപാടി ഉണ്ടെന്നാ ഞാൻ അറിഞ്ഞത്. അന്നമ്മയുടെ കാര്യത്തിൽ ഉടനെ നമുക്കൊരു തീരുമാനം എടുക്കണം നെട്ടൂരാനെ. എന്തോ തീരുമാനം? തീരുമാനിക്കാനൊന്നുമില്ല. ഞാനിപ്പോ പോയി വിളിച്ചിറക്കിക്കൊണ്ടുവരും. വരട്ടെ വരട്ടെ, ഞാനൊന്ന് പോയി ഇട്ടിച്ചനുമായിട്ടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അന്തോണി ഇരിക്കെ. ദേവപുരക്കിലെ മരിച്ചുപോയ കോരവക്കീലിന്റെ മകൻ അന്തോണിക്കുള്ളതാ ആ കസേര. അല്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റ് തമ്മാടി മേടയിൽ ഇട്ടിച്ചിന്റെ മുമ്പിൽ ഇരിക്കത്തില്ല. ഞാനിവിടെ നിന്നോളാം. എന്നോട് വേണോ ഇയാളുടെ ആവേശം? വക്കീലാക്കാൻ പഠിപ്പിച്ചതല്ലേ നിന്നെ കോരച്ചേട്ടൻ? ഏരിയാമ്മച്ചേടത്തി മരിക്കുമ്പോ നിനക്ക് 10 വയസ്സാ. നിന്നെ ഓർത്ത കോരച്ചേട്ടൻ രണ്ടാമത് കെട്ടാത്തെ അറിയാമോ നിനക്ക്? സിന്ദാബാദ് വിളിച്ച് റോഡിലിറങ്ങുന്നതിന് മുമ്പ് ആ മനുഷ്യനെ നീ ഓർത്തില്ലല്ലോടാ. നിന്നെ ഓർത്ത് കരഞ്ഞ ആ വലിയ മനുഷ്യൻ ഇത്ര പെട്ടെന്ന് പോയത് എന്തോ നേടിയെന്നാ നിന്റെയൊക്കെ വിചാരം? അതൊന്നും പറഞ്ഞ ഇട്ടിച്ചാനും മനസ്സിലാവില്ല. കേൾക്കണമെന്നുമില്ല.
എന്താ വന്നത്? ഞാൻ വന്നത് അന്നമ്മയുടെയും നെട്ടൂരാന്റെയും കാര്യം പറയാനാ. വേണ്ട, മറ്റൊന്നും പറയാനില്ലെങ്കിൽ അന്തോണിക്ക് പോകാം. ഇട്ടിച്ചായനോട് അപേക്ഷിക്കാനാ ഞാൻ വന്നത്. അന്നമ്മയുടെയും നെട്ടൂരാന്റെയും വിവാഹം ഇട്ടിച്ചായൻ നടത്തി കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ പാർട്ടിക്കാരെ നടത്തി കൊടുക്കും. എന്തായി? സംസാരിച്ചില്ലേ? സംസാരിച്ചു. പ്രശ്നമാണ്. അവര് സമ്മതിച്ചിട്ട് ഈ കല്യാണം നടക്കത്തില്ലല്ലോ. എന്താ പറഞ്ഞതെന്ന് പറ. ഇറങ്ങി പോകാൻ പറഞ്ഞു. എങ്ങോട്ടാണ് നീ? ഈ വീട്ടിൽ തന്നെ വേണോ നിന്റെ വിപ്ലവം? നന്ദി കെട്ടവൻ. ഞാൻ ഒരു നന്ദി കേടും കാണിച്ചിട്ട് ഇട്ടിച്ചായ. അന്നമ്മയെ സ്നേഹിച്ചു പോയി ഞാൻ. കഴിഞ്ഞ 5 വർഷമായി നിങ്ങളുടെയൊക്കെ തല്ലും ചവിട്ടും കൊണ്ട് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എന്റെ അന്നമ്മ എനിക്കൊന്ന് കാണണം. എനിക്ക് അവളോട് സംസാരിക്കണം. ഞാൻ കാണിക്കത്തില്ലടാ. എന്റെ പെങ്ങളെ നിന്നെ ഞാൻ കാണിക്കത്തില്ലടാ. നായിന്റെ മോനെ കുട്ടി. അന്നമ്മ അയ്യോ അച്ചായ, വേണ്ട. എനിക്ക് വേണ്ടി ഈ വീട്ടിൽ തല്ലുണ്ടാക്കല്ലേ. അച്ചായ പോ. അച്ചായ പോ അച്ചായ. പാടും ഇങ്ങോട്ട്. എന്തിനാ അപ്പച്ച ഇതൊക്കെ? എന്തിനാ ഈ വഴക്കും പോണോ? എനിക്ക് വയ്യ അപ്പച്ച. എന്നെ മടത്തിക്കൊണ്ട് വിട്ടേക്ക്. ഞാൻ മടത്തി പൊക്കോളാം അപ്പച്ച. എന്നെ മടത്തി വിട്ടേക്ക്. എന്നെ മടത്തി വിട്ടേക്ക്. സേതു, സേതു ഇല്ലേ അവിടെ? എന്താ ഈ കുട്ടി അവിടെ ചെയ്യണത്? അച്ഛൻ തിരുമുൽപ്പാട് പാവമായതുകൊണ്ടാ ലക്ഷ്മീപുരം കോവിലകത്തെ സേതുലക്ഷ്മി തമ്പുരാട്ടി കമ്മ്യൂണിസ്റ്റ് ആയത്. അതുകൊണ്ട് തന്നെ ആ ദേവപുരയ്ക്കിലെ കോരവക്കീലിന്റെ മകൻ സഖാവ് ആന്റണി തന്നോട് കിന്നാരം പറഞ്ഞിരിക്കാൻ ഈ 40 കട്ടിലിൽ ചേക്കേറിയത്. പക്ഷെ മേടേ വീട്ടിലെ സ്ഥിതി ഇതല്ല. പ്രമാണിയായ ഇട്ടിച്ചൻ, അപ്പനെ അനുസരിച്ച് ജീവിക്കുന്ന മക്കൾ, അവിടെ കമ്മ്യൂണിസ്റ്റ് ആണെന്നും പ്രേമമാണെന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവര് സമ്മതിച്ചിട്ട് ഈ കല്യാണം നടക്കുന്ന പ്രശ്നമേ ഇല്ല. വെച്ച് നീട്ടിയ ആ വാശിപ്പുറത്ത് അന്നമ്മയെ കൊണ്ടുവന്ന് മറത്തിച്ചേർക്കും. നെട്ടൂരാൻ എന്ത് പറയുന്നു? ആവേശമല്ലേ അയാൾക്കെല്ലാം. ഇന്ന് രാവിലെ എന്തൊക്കെയാ അവിടെ ഉണ്ടായത്? അന്നമ്മയുടെ കാര്യം ആലോചിക്കുമ്പോഴാ. സേതു, ഉറങ്ങാനായില്ലേ കുട്ടി? ദാ വരുന്നച്ചാ. എന്നാ ചേട്ടൻ കിടന്നോളൂ. ഇനി ആരെ ബോധിപ്പിക്കാനാ തമ്പുരാട്ടി നമ്മൾ 2 മുറിയിൽ ഉറങ്ങുന്നത്? വേണ്ട. സഖാവിന്റെ കൂട്ടു കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ഈ കോവിലകത്ത് വളർന്ന ഒരു ദർഭപ്പുല്ല ഞാൻ. എല്ലാം ആചാരപ്രകാരം ആയിക്കോട്ടെ. നമുക്ക് ഇതങ്ങ് നടത്തിക്കൊടുത്താലോടാ. നടത്തിക്കൊടുക്കാനോ? എന്തോന്ന് അപ്പച്ചനീ പറയുന്നത്? കാച്ചിന് വകയില്ലാത്ത ആ തെണ്ടിക്ക് നമ്മുടെ അന്നമ്മ കെട്ടിച്ചു കൊടുക്കാനോ? എന്നാ പിന്നെ എല്ലാവർക്കും കൂടെ വിഷം കുടിച്ചങ്ങ് ചത്താ പോരെ? കെട്ടിച്ചു കൊടുക്കണേ കെട്ടിച്ചു കൊടുത്തോ. പക്ഷെ ഞങ്ങളെ പിന്നെ അപ്പച്ച കാണത്തില്ല. മണി എത്രയായി? 9:30 വിട്ടോ.
അപ്പച്ചാ, അവൾ അവന്റെ കൂടെ ഇറങ്ങിപ്പോയ അപ്പച്ചാ. വാസയം, വണ്ടി കയറും. വളരെ സുത്തി. ഇനി സമാധാനത്തോടെ നിങ്ങളുടെ വീടുകളിലേക്ക് പോകുവിൻ. ബലഹീനനും പാപിയുമായ ഈ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. അച്ചോ, എന്താ ശിവ? എന്താ എന്നമ്മേ? അച്ചോ, ഞങ്ങളുടെ കല്യാണം ഇപ്പൊ നടത്തി തരണം. കല്യാണം നടത്തി തരാനോ? എന്താ സ്റ്റീഫായി പറയുന്നേ? അച്ഛൻ സഹായിക്കണം. സഹായിക്കണം എന്ന് പറഞ്ഞാ 3 തവണ വിളിച്ചു അല്ലാതെ കല്യാണം നടത്താൻ പറ്റുമോ? വിളിച്ചു അല്ലാതെ കല്യാണം നടത്താൻ ഞങ്ങൾക്ക് പാർട്ടി ഓഫീസ് ഉണ്ട് അച്ചോ. പള്ളിയിൽ വെച്ച് കല്യാണം നടത്തണം എന്നുള്ളത് അന്നമ്മയുടെ വിശ്വാസമാണ്. ഇതൊരു അപേക്ഷയാണ് അച്ചോ. അച്ചോ, കർത്താവിന്റെ നാമത്തിൽ ഞങ്ങളെ രക്ഷിക്കണം അച്ചോ. സ്നേഹമുള്ളവരെ, പള്ളി പിരിഞ്ഞിട്ടില്ല. എല്ലാവരും തിരിച്ചു വരണം, തിരിച്ചു വരണം. നെട്ടൂർ തോമാച്ചൻ, ശരിയല്ലേ? അതെ. നെട്ടൂർ തോമാച്ചന്റെ മകൻ സ്റ്റീഫന്റെയും മേടയിൽ ഇട്ടിച്ചന്റെ മകൾ അന്നമ്മയുടെയും വിവാഹം നടത്തി കൊടുക്കാൻ പോവുകയാണ്. കല്യാണം നടത്തുമോ? എന്നെ ഏർപ്പാടാ ചെയ്തത്. വിളിച്ചോല്ലേ? ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവരെ രക്ഷിക്കാൻ പള്ളികൾ നടത്തി കൊടുക്കണം. തന്നെ കണ്ടു. അച്ചോ, ഈ നിൽക്കുന്ന ഞങ്ങളുടെ പെങ്ങളെ പള്ളിയിൽ നിന്ന് ഞങ്ങൾ അറിയാതെ തട്ടിക്കൊണ്ട് വന്നതാ ഇവൻ. അല്ല, അന്നമ്മ സോമനസാലെ സ്റ്റീഫന്റെ കൂടെ ഇറങ്ങി വന്നതാണ്. അവളുടെ ആഗ്രഹപ്രകാരമാണ് ഞാൻ ഈ കല്യാണം നടത്തി കൊടുത്തത്. കല്യാണം നടത്തിയെന്നു? പള്ളി വിട്ടത് സംഘർഷം പാടില്ല. അച്ഛൻ എന്നെ പള്ളിയിൽ നിന്നും പഠിപ്പിക്കണ്ട. തിരുവസ്ത്രമായിട്ടാണ് തോന്നിയാതെ കാണിക്കുന്നത് അച്ചോ. ഞങ്ങളുടെ ഓരോരു പെങ്ങളാച്ചോ. കരയലടാ മോനെ, മേടയിൽ ഇട്ടിച്ചന്റെ മക്കളാണ് നമ്മള്. അവക്ക് നമ്മളെ വേണ്ടെങ്കിൽ നമുക്ക് അവളെയും വേണ്ടടാ. വാടാ അച്ചോ. വിളിച്ചല്ലാതെ ഈ ഒത്തുകല്യാണത്തിന് കൂട്ടുനിന്നതിന് അച്ഛനെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് വിലക്കും. മേടയിൽ ഇട്ടിച്ചന്റെ മോനായി പറയുന്നത്. അബ്രാക്കുട്ടി, ഒരു വ്യക്തിയല്ല പള്ളി, കൂട്ടായ വിശ്വാസമാണ്. അതിന്റെ അധിപൻ കർത്താവായ ഈശോ മിശിഹയാണ്, മേടയിൽ ഇട്ടിച്ചതല്ല. സ്നേഹിച്ചു പോയ 2 മനസ്സുകളെ ഒന്നിപ്പിച്ചത് പാപമാണെങ്കിൽ അതിന്റെ ശിക്ഷ അച്ഛൻ അനുഭവിച്ചോളാം. അന്നക്കുട്ടി, ഞങ്ങൾ പോവാടി. ഇനി മേടയിൽ ഇട്ടിച്ചൻ ഇങ്ങനെ ഒരു മകളില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പെങ്ങളുമില്ല. നീ ചത്തുപോയതായിട്ട് ഞങ്ങൾ കരുതിക്കോളാവടി. വാടാ. അന്നമ്മോ, ഞങ്ങളുടെ മനസ്സിൽ കുന്തിരിക്കം പുകയ്ക്കുന്ന ദൈവങ്ങളാ ഇവരൊക്കെ. ഈ എഴുതി വച്ചിരിക്കുന്നതെല്ലാം കമ്മ്യൂണിസ്റ്റുകാരന്റെ സ്വപ്നങ്ങളും. സ്വപ്നം വേണോ? എടുത്തോ. തനിക്ക് ഇഷ്ടമുള്ളൊരു സ്വപ്നം എടുത്തോ.
അന്നമ്മേ, അന്നമ്മോ, കരയാൻ കാരണങ്ങൾ ഉണ്ടെങ്കിലും താൻ കരയാൻ പാടില്ല അന്നമ്മേ. താനിപ്പോ എന്റെ കെട്ടിയോളാ, പാവപ്പെട്ട ഈ സഖാവിന്റെ കെട്ടിയോള്. താൻ കരഞ്ഞാൽ ഞാൻ തളർന്നു പോവും. അപ്പച്ചനെ പറ്റി ഓർത്തപ്പോ അറിയാം, ഓർക്കാതിരിക്കുക, മറ്റു വഴിയില്ലല്ലോ. അന്നമ്മോ, 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 അന്നമ്മോ. കടപ്പുറത്തൊരു ദിനം ദൂറാനിരിക്കുമ്പം നടുപ്പുറത്തൊരു കൊതുപാറിയേ. തല്ലാനും കിട്ടുന്നില്ല, കൊല്ലാനും കിട്ടുന്നില്ല, പള്ളയനർവനം മുട്ടുന്നുണ്ടല്ലോ ഇണ്ടല്ലോ. ആ എന്താണ് മാഷ, എന്താണ് മാഷ, എന്താണ്? ആ നമ്മളെ മാഷ് വന്നിക്കണ്. തന്റെ മാഷായിരിക്കും. എന്താ കാര്യം ചോദിക്കും? ആ എന്താണ് കാര്യം മാഷ, എന്താണ്? അകത്തോട്ട് വരട്ടാൻ ചോദിക്കും. അകത്തോട്ട് വരട്ടെ. വേണ്ട. ആ മാണ്ട പോറേ. എന്തിനാ അന്നമോ കിന്നമോ എന്ന് പറഞ്ഞ് എന്റെ പുറകെ നടക്കുന്നത്? അയ്യോ, കിന്നമ്മോ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. എനിക്ക് അന്നമ്മയോടൊരു കാര്യം പറയാനുണ്ട്. എന്തുവാ കാര്യം? വീട്ടിൽ വെച്ച് കണ്ടപ്പം പറഞ്ഞൂടായിരുന്നോ? വീട്ടിൽ വെച്ച് പറയാൻ കൊള്ളാവുന്ന കാര്യമല്ല. ആ എന്താണ് മോപത്താണ് ആണി, ആ നല്ല നോക്കി. അച്ഛാ, ഇതെങ്ങനെ അപ്പച്ചൻ അറിഞ്ഞാലുണ്ടല്ലോ. ജലബേ മയ്യത്തായത് എന്നെ മാഷേ. അപ്പൊ പറയണ്ടേ? വേണ്ട, എനിക്ക് കേൾക്കണ്ട. ഞാൻ പോവാ, ആ, സത്യമായിട്ട് ഞാൻ പോവും. പോവാനേ? ആ വണ്ടി വിട്ടണി പോട്ടെ. അന്നമ്മോ, എനിക്ക് തന്നെ ഇഷ്ടമാണ്. തനിക്ക് എന്നെ ഇഷ്ടമാണോന്ന് നാളെ പറയണം. ഇപ്പൊ തന്നെ പറയാം. അല്ല. അയ്യോ, അങ്ങനെ പെട്ടെന്നൊന്നും പറയരുത്. വീട്ടിൽ പോയിരുന്ന് നന്നായിട്ട് ആലോചിക്കുമ്പോ ചിലപ്പോ അഭിപ്രായം മാറും. അച്ഛായ ഒന്ന് പോകുന്നുണ്ടോ? ഞാൻ പോവാ, നാളെയും വരും, നാളെയും പറയും. നാളെ പറയണം കേട്ടോ. നമ്മള് പറഞ്ഞാ മതിയോ? ഏ? നമ്മക്ക് നിങ്ങള് പെരുത്തിഷ്ടാണ്. ആ വിട്ടോളിയും പോയി. ഉം. എന്താണ് മഹബത്തി. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പൂറ തിരക്കിട്ടാണ്ടു കുറയായി. കമ്മ്യൂണിസ്റ്റ് ആ, ചുമ്മാ ഇരടോ. പിന്നെ അല്ലാണ്ട് പോറ്റി സാറേ, ഇതൊരു പാഴ് വേലയല്ലയോ? ഇതിൽ അച്ചടിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വിവരം എത്ര പേർക്കുണ്ടെന്നാ? നമ്മൾ വായിച്ച് മനസ്സിലാക്കി കൊടുക്കണം. എന്നാ പിന്നെ അതങ്ങ് കൊണ്ട് പറഞ്ഞാ പോരെ, ഇല്ലേ? ഉണ്ണിത്താനെ, ഉറക്കം വരുന്നുണ്ടെങ്കിൽ പോയി കിടന്ന് ഉറങ്ങ. അല്ല, ഞാൻ പറഞ്ഞ ശരിയല്ലയോ സാറേ? അല്ല ഉണ്ണിത്താനെ, അച്ചടിച്ച അക്ഷരങ്ങളുള്ള ഈ നോട്ടീസ് അവർ ഓരോരുത്തരും സൂക്ഷിച്ചു വെക്കും. പാർട്ടി അവർക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരമായിട്ടാ അവർ നോട്ടീസിനെ കാണുന്നത്. ജനങ്ങൾക്ക് നമ്മളിലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഒളിച്ച് നമ്മൾ എത്തിക്കുന്ന ഈ നോട്ടീസുകളിലാണ്. പോറ്റി സാർ നാളെ അല്ലേ പോകുന്നത്? ഇന്ന് രാത്രി ഇപ്പൊ തന്നെ കണ്ണൂരെത്തണ്ടേ? ആ നട്ടുരാനെ, ഒരു 10 നോട്ടീസ് ഞാൻ എടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് കമ്മിറ്റി സഹാക്കൊക്കെ കൊടുക്കാനാ. പോകാൻ സേതു. പോകാം. സഖാവ് എന്നെ ആ സ്റ്റാൻഡിലൊന്ന് ഇറക്കണം. സേതുവിനെ കോവിലകത്തു. ആയിക്കോട്ടെ. ലാൽ സലാം. ലാൽ സലാം. ആ. സേതു, കാലത്ത് തന്നെ നോട്ടീസ് സമയത്തിൽ എത്തിച്ചേക്കാം. ശരി. വരട്ടോ. സമാജത്തിൽ സേതു ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാവൂ. മറ്റാരെ ഏൽപ്പിക്കരുത്. ആര് ചോദിച്ചാലും ഇതെന്താണെന്ന് പറയരുത്. സംശയത്തോടെ തന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നതായിട്ട് തോന്നിയാൽ മതി, ഇനി എന്നെ വരട്ടരുത്. ഇപ്പോഴേ കൈയും കാലും തളരുന്നു. എന്തിനാ കൈയും കാലം തളരുന്നത്? എന്റെ അനുവാദം ചോദിച്ചോണ്ടാണോ കൈയും കാലും തളരുന്നത്? ഇതെല്ലാം കേട്ടിട്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ മൊത്തത്തിലൊരു കള്ള ലക്ഷണമായിരിക്കും എനിക്ക്. അല്ലെങ്കിലും ലക്ഷണം അത് തന്നെ. ആണോ? ആ, അച്ചായോ, എന്താ അന്നമ്മേ? കഴിക്കാൻ വരുന്നില്ലയോ? അപ്പച്ചൻ കാത്തിരിക്കുക. അന്നമ്മ പോയിക്കോ, ഞാൻ ദാ വന്നു. തനിക്ക് എന്താടോ ഈയിടെയായിട്ട് ഇവിടെ വരാനൊരു മടി? അയ്യോ, അങ്ങനൊന്നുമില്ല ചായ. കാലത്ത് ഇച്ചിരി പണിയുണ്ടായിരുന്നു. വല്ലതും കഴിക്കാൻ വേണ്ടിട്ടല്ലയോ പണിയെടുക്കുന്നേ? ഇരിക്കേ. ഇപ്പോ പണി കൂടുതലാ അല്ലേ? പറയാൻ മനസ്സുണ്ടെങ്കിൽ പറഞ്ഞാ മതി. അറിയാനുള്ള ആഗ്രഹം കൊണ്ടൊന്നും ചോദിച്ചതല്ല. ഒന്നുമില്ല അന്നമ്മേ. ഒന്നുമില്ലേ? ഇല്ല.
ഒന്നുമില്ലാഞ്ഞിട്ടാണ് പകൽ അനക്കമില്ലാതെ കിടക്കുന്ന പ്രസ്സില് പാതിരാക്കി മാത്രം അച്ചടി നടക്കുന്നത്. അവിടെ വന്നു പോകുന്നവരൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഇന്നലെ പാതിര കഴിഞ്ഞപ്പോഴല്ലേ പോയത്? അന്തോണിച്ചിന്റെ കാറില് കോവിലകത്ത് സേതുവും പിന്നെ പ്രായമുള്ള ഒരാളും. അതാ പറഞ്ഞ ഞാൻ കണ്ടെന്ന്. സേതുവിന് എന്താ പ്രസ്സി കാര്യം? പ്രസ്സിൽ എന്താ കാര്യം? അച്ചടിക്കാൻ വരുന്നു, അല്ലാതെ പിന്നെ പകൽ അച്ചടിച്ചുടായോ? എന്തോ നേരായ ഏർപ്പാടല്ല. ആണെങ്കി പിന്നെ പനവട്ടിയിലെ സാധനം കൊണ്ടുപോകാൻ എന്തിനാ ഉണ്ണിത്താൻ ചേട്ടന്റെ കൈയും കാലൊക്കെ വരയ്ക്കുന്നേ? സംശയിച്ച് താൻ കാട് കയറല്ലേ? ഞാൻ ചോദിക്കട്ടെ, കള്ളനോട്ടടിയാ അല്ലയോ? അയ്യോ, എന്നാ പറ, എന്തോന്ന് വെച്ചാ പറ. പറയാൻ പാടില്ലാത്ത കാര്യം തന്റെ സംശയം മാറ്റാൻ വേണ്ടി പറയാ. ഞങ്ങൾ പാർട്ടിക്കാരാ. പാർട്ടിക്കാരോ എന്നുവെച്ചാ? കമ്മ്യൂണിസ്റ്റുകാര്. പുറത്ത് പറഞ്ഞേക്കല്ല എന്നമ്മേ, തല പോകുന്ന കാര്യമാണ്. എന്തിനാ തല പോന്നെ? എടോ, കമ്മ്യൂണിസം പ്രചരിപ്പിക്കാൻ പാടില്ലെന്ന നിയമം. എന്താ ഈ കമ്മ്യൂണിസം? കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അകലം കുറയ്ക്കുക. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അകലോ? എന്തുവായി പറയുന്നേ? കുന്തം. എടോ, ഉള്ളവനായ മേടയിൽ ഇട്ടിച്ചനും ഇല്ലാത്തവനായ നെട്ടൂർ സ്റ്റീഫനും തമ്മിലുള്ള അകലം കുറച്ച് തന്നെ കെട്ടുക. മനസ്സിലായോ? മനസ്സിലായെങ്കിലും ഇല്ലെങ്കിലും ഇപ്പൊ ഇത്രയും പറയാനേ സൗകര്യമുള്ളൂ. അതെ, ഇന്ന് നാളെയാ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം. എന്തുവാ? ധൃതിയില്ല, ഏതെങ്കിലും ഒരു നാളെ പറഞ്ഞാൽ മതി. എന്തുവാ? ഇടി കിന്നമ്മോ, എനിക്ക് തന്നെ അങ്ങോട്ട് ഇഷ്ടമാണെന്ന്. ആരാരാ പേരെന്താ? കയ്യട അയ്യപ്പൻ. സ്വദേശം? മലയല്ല. ഏത് മലയില്? ഏത് മല വേണം? ഏതെങ്കിലും ഒരു മലയുടെ പേര് പറ. എന്നാ ശബരിമല. തുടക്കമാണോ അതോ? തുടക്കമാണെന്ന് വെച്ചു. ആ, എങ്ങനെ ഇവിടെ ഒന്ന് പെട്ടു? എങ്ങനെയാ ഇവിടെ വന്നതെന്ന്? നക്ഷത്രത്തിൽ. എന്ത് വേണം? ബീഡി ഉണ്ടോ? ഒരു തീപ്പെട്ടി എടുക്കാൻ. എന്താ? തീപ്പെട്ടി ഉണ്ടോ? ഒരു ബീഡി എടുക്കാൻ. അപ്പോ ബീഡിയും തീപ്പെട്ടിയും രണ്ടും വേണം അല്ലേ? നെട്ടൂർ സ്റ്റീഫൻ, ഡി കെ ആന്റണി, ഉണ്ണി താൻ, ഉണ്ണിത്താൻ, ലാൽ സലാം സഖാക്കളെ. സലാം. സഖാവ് പോറ്റിസാർ തന്നയച്ചതാണ്. തമ്പിയെ പരിചയപ്പെടുത്തുന്നു. അനുഭാവിയാണ്, വിശ്വസ്തനും. പാർട്ടി ഇവിടെ ശക്തമാണ്. എനിക്ക് കുറച്ചുനാൾ കൂടി ഇവിടെ നിൽക്കേണ്ടി വരും. പാർട്ടി തീരുമാനമാണ്. സമരത്തിന് സമയമായി. തയ്യാറാകുക. ലാൽ സലാം. നിങ്ങൾ നട്ട്, നിങ്ങളുടെ വിയർപ്പിൽ വിളയിച്ച്, നിങ്ങൾ കൊയ്തെടുത്ത് മെതിച്ചു കൊടുത്ത് നെല്ല് നിറച്ച കലവറകളാണ് ഈ മുതലാളികളുടെ സമ്പന്ന മതിലുകൾ. അന്യായത്തിന്റെ പൊള്ളപ്പുറ്റുകൾ. ഒന്നിച്ചു നിന്ന് ആഞ്ഞൊന്ന് തള്ളിയാൽ ഒടിഞ്ഞു വീഴും. വീഴ്ത്തണം. ജന്മിക്കോട്ടകൾ തകർക്കണം. ജന്മിത്വം തുലയണം. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാം. ലാൽ സലാം സഹാക്കളെ. കറിയാക്കുട്ടി, കുണുക്കിന്നെ ഉണ്ടോ മോനെ? പിന്നെ ഉണ്ടപ്പറ്റാ. ഈ കളി കൂടി കഴിയുമ്പോ മോക്കും അവളുടെ കുഞ്ഞാങ്ങളേക്ക് ഓരോ കുണുക്കൂടി വേണ്ടി വരും. പിന്നെ പിന്നെ കാണാം കേട്ടോ. നോക്കി കളിച്ചോ. നമ്മുടെ കുണുക്കിറക്കി ഇവരെ ചെവി കേട്ടിട്ട് കളി നിർത്താവും. വാശിയോളാ ജോസ് കുട്ടി. ആ, കാണാം. ചീട്ടണ്ടി കളി ചേച്ചി, വലിച്ചു വരിയിടരുത്. പറ. ഓണേഴ്സ്. ഓണേഴ്സ് കുണുക്ക്. ഒരു നല്ല പ്രസ് വാങ്ങിക്കുന്നിട്ട് വരാനേ. കാശൊക്കെ നമുക്ക് ഉണ്ടാക്കാന്നേ. ആ, വേറൊരു കാര്യമുണ്ട്. ഈ വീടും പറമ്പൊക്കെ അന്നമ്മയ്ക്ക് എഴുതി വെച്ചിരിക്കുക. ഇനി ഗതികേടന് അവളെ കെട്ടുന്ന വല്ല ഡോക്ടറോ മറ്റോ ആണെങ്കിൽ അയാൾക്ക് ഇത് ആശുപത്രി ആക്കാൻ തോന്നിയാ മാറിക്കൊടുത്തല്ലേ പറ്റൂ. കൂടും കൊടുക്കയായിട്ട് താൻ വേറെ സ്ഥലം അന്വേഷിച്ച് നടക്കേണ്ടി വരും. അതിപ്പോ പുതിയ പ്രസായാലും ചുവന്ന് മാറ്റണ്ടായോ? വേണ്ട, നല്ല രീതിയിൽ നടക്കുന്ന ഒരു പ്രസാണെങ്കിൽ ആർക്കും അങ്ങനെ പറയാൻ തോന്നത്തില്ല. ഇനി അഥവാ പറഞ്ഞാൽ തന്നെ അപ്പച്ചൻ അതിന് സമ്മതിക്കത്തില്ല, തന്റെ കാര്യം ആയതുകൊണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ശരിയാ അവരാ കുട്ടി പറയുന്നത്. ആ, എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ കേട്ടെ. അവരാ കുട്ടി, ഞാൻ നാളെ കാലത്ത് മല്ലപ്പള്ളി വരെ ഒന്ന് പോവാ. അച്ഛനോടൊന്ന് പറഞ്ഞേക്കണം, നാളെ കാണാൻ പറ്റില്ല, അതുകൊണ്ടാ. ആയിക്കോട്ടെ. തമ്പി എവിടെ? പരബ്രഹ്മം. തുരനെ, അവറാ കുട്ടി പറഞ്ഞാൽ വല്ല സത്യമുണ്ടോ? കൂടും കുടുക്കും എടുത്ത് എറിഞ്ഞ് പൊട്ടിക്കുവോ? താൻ പോയി വല്ലതും കഴിക്കണം.
കൊതു പണ്ടാരടക്കണം കൊതു. നൂറു എന്തേ 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 ഈ ചായ ഒന്ന് അപ്പുറത്ത് കൊടുത്തിട്ട് വാ. ആർക്കാണ് നിങ്ങളെന്താണ് ഇവിടെ ചായക്ക് വെച്ചോട് തുടങ്ങി? അത് അവിടെ വെച്ചിട്ട് ഇത് അപ്പുറത്ത് കൊടുത്തിട്ട് വരാൻ പറഞ്ഞപ്പോ അതോ പേടിപ്പിക്കല്ലേ, ഞമ്മള് പേടിച്ചു. എന്താണ് ഇവിടെ എന്താ എടുത്തി? ഈ ചായ ഒന്ന് അപ്പുറത്തുനിന്ന് കുടിച്ചിട്ട് വരാൻ പറഞ്ഞപ്പോ അവൻ 100 ചോദ്യ. അയ്യപ്പന്റെ കാശെന്തോ ഇരിപ്പുണ്ട്? എന്തെങ്കിലുമൊന്നുമില്ല. ഒന്നുമില്ലാതാണോ ഈ പണിക്ക് ഇറങ്ങി തിരിച്ച്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനീ പണിക്ക് വരും. അല്ല ചായ വരൂലേ? ചക്കാത്ത ചായ വന്നാ കുടിക്കാം. ഉണ്ണിത്തൻ ചേട്ടാ ചായ. എന്റെ ദൈവമേ, അയ്യോ ചായ അന്നമ്മ ഉണ്ടോന്നോ? ഓ ലാൽ സലാം. എന്താ എന്താ പറഞ്ഞ? ഒന്നുമില്ല, ഇവിടെ പറഞ്ഞാണ്. നിങ്ങളുടെ നേതാവ് ഇവിടെ? നേതാവോ? അതെ, എല്ലാം എനിക്കറിയാം. നിങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാ അല്ലേ? പുറത്തു പറയരുത് അന്നമ്മേ. കഴുത്തു പോകുന്ന കാര്യം അല്ലേ? നിങ്ങളുടെ നേതാവ് ഇവിടെ? നെട്ടൂർ സ്റ്റീഫൻ. സ്ഥലം പറയണ്ട, എപ്പോ വരും? അതിപ്പോ വന്നെങ്കിലേ പറയാൻ പറ്റൂ. വന്നാലുടനെ എന്നെ അത്യാവശ്യം കാണാൻ പറയണം. ചായ കുടിച്ചോ, ചൂട് വേണ്ട. കയ്യടയ്യപ്പോ. കയ്യില് ചായയും പിടിച്ച് അന്തം വിട്ടതേ. ഇങ്ങനൊരു നിപ്പായിരുന്നു രണ്ടുപേരും. തനിക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവാഞ്ഞിട്ടാ. തന്നോട് ഈ കാര്യം പറഞ്ഞ എന്നെ പറഞ്ഞാ മതിയല്ലോ. എനിക്ക് ഗൗരവമൊക്കെ അറിയാം. അതിലും ഗൗരവമുള്ള ഒരു കാര്യം പറയാനാ ഞാൻ അച്ഛനെ വിളിപ്പിച്ചേ. എന്ത് കാര്യം? ദേ തല പോകുന്ന കേസാ, വെളി പോവരുത്. ഇല്ല, പറ. ഞാൻ, അതായത് ഈ ഞാൻ, ആ മേടയിൽ വീട്ടിലെ ഈ ഞാനും. ഓ, കാര്യം പറ അന്നമ്മേ. ഞാൻ ആ. മേടയിൽ ഇട്ടിച്ചന്റെ മകൾ അന്നമ്മ. ആ അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യമല്ല ചായ, ഒരു വലിയ സംഭവം. അയ്യോ പോയോ? ഇല്ല, ഇവിടെ ഉണ്ട്. ഞാൻ പോവാ. ആ, പറഞ്ഞിട്ട് പോ അന്നമ്മേ. ഇവിടെ തമാശ കളിക്കില്ല കേട്ടോ. തമാശയോ? എന്നാ പറയട്ടെ. ഞെട്ടല്ലേ, ഞെട്ടി പൊട്ടല്ലേ അച്ചായ? പിന്നെ പറയട്ടെ. ഞാനും കമ്മ്യൂണിസ്റ്റായി.